റാങ്കിൽ തുടങ്ങി, സെയിൽസ് റെപ്രസെന്റേറ്റീവിൽ തുടങ്ങി ഫിജി കാർഡിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഓരോ റാങ്കിലും നിൽക്കുന്ന എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമുക്ക് ഓരോരുത്തർക്കും തിരക്കുള്ള ദിവസമാണ്. ആ തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളിവിടെ ആയിരിക്കുന്ന സമയം ഈ പ്രോഗ്രാമിൽ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം കിട്ടുന്നത് ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യം കിട്ടുന്നത് ഏതെങ്കിലും ഒരു 2 മിനിറ്റിന്റെയോ 5 മിനിറ്റിന്റെയോ സമയത്ത് കിട്ടുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുക. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ 1 മണിക്കൂർ ഇവിടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും ഫിജി കാർഡിന്റെ ഒരു യാത്ര നമുക്കറിയാം. എട്ടാമത്തെ വർഷത്തിലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിജി കാർഡിന്റെ. ഈ ഒരു 7 വർഷത്തെ നമ്മുടെ യാത്രകളിൽ ഒരുപാട് കാര്യങ്ങളിൽ അറിവുകളും തിരിച്ചറിവുകളും വെച്ച് അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിട്ടുള്ള കാലമാണ് കടന്നുപോയിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള സമയവും നമുക്ക് അതിൽ എന്ത് തിരുത്തലുകൾ വരുത്തിയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇപ്പൊ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോ ചില ആളുകൾ 5 വർഷമായും 6 വർഷമായും 7 വർഷമായിട്ടും പ്രവർത്തിക്കുന്ന ആളുകൾ ഫിജി കാർഡിൽ ഇപ്പൊ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. അപ്പോ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള തിരിച്ചറിവുകൾ കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം നന്നായി പ്രവർത്തിക്കണം, എത്രത്തോളം എനർജൈസ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കാര്യം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 20-30% മാത്രമാണ്. ഏത് കാര്യം കേട്ടിട്ടുണ്ടെങ്കിലും ആ കേൾക്കുന്ന കാര്യത്തിന്റെ 20% അല്ലെങ്കിൽ 30% മാത്രം ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 70% നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകും. അപ്പൊ വീണ്ടും ഒരേ പ്രോഗ്രാം തന്നെ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ വീണ്ടും കേട്ടോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഹൃദിസ്ഥമാവുകയും നമുക്ക് മറ്റാളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ മാറ്റപ്പെടാനും നമുക്ക് സാധ്യമാവും. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ കൂടിയിട്ട് ശ്രമിക്കുക. കാരണം എ ഷോർട്ട് പെൻസിൽ ഈസ് ബെറ്റർ ദാൻ എ ലോങ് മെമ്മറി എന്ന് പറയും. ഒരു ചെറിയ പെൻസിലിന് വലിയ ഓർമ്മയേക്കാൾ ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില കേൾക്കുന്ന കാര്യം ഒന്ന് ചെറുതായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയെ ബലപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോ ചില കാര്യങ്ങളെ അത് നോട്ട് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പല വിധത്തിലുണ്ട്. ഇന്നിപ്പോ ഞാൻ ഈ സംസാരിച്ചു പോകുന്ന കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളും വരാം. ആ സംശയങ്ങളെ ദൂരീകരിക്കാൻ എവിടെ നിന്നാണ് നിങ്ങൾ ആ സംശയം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്തെടുക്കാനോ പറ്റുക. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓർമ്മയെ ബലപ്പെടുത്താൻ അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കും. കാരണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്ന, ഓവറോൾ നമ്മുടെ ജീവിത രീതികളെ മാറ്റാൻ പറ്റുന്നത്, അത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയെ മാറ്റാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെ മാറ്റാൻ പറ്റുന്നത്. ഈ 2 അവസ്ഥകളാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയെ മാറ്റുന്നത് എന്നുള്ളതുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ ഇപ്പൊ നേരത്തെ സന്ധ്യ മാഡം സൂചിപ്പിച്ചത് ഒരു വെൽനസ് ട്രെയിനിങ് എന്നുള്ളതിന്റെ അകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ വെൽനസ് എന്താണ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഒരു മെച്ചപ്പെടലാണ് ഒരു വ്യക്തിയുടെ വെൽനസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഏതെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല വെൽനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ടുള്ളതും ശാരീരികമായും ഇത് രണ്ടും ഒത്തിണങ്ങുമ്പോഴാണ്, കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സാമൂഹ്യ ഇടപെടലിലാണെങ്കിലും അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് അത് മാറുക. അപ്പൊ അതുകൊണ്ട് തന്നെ
അത്തരത്തിൽ മാറ്റപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഒരു വ്യക്തിയെ ഓവറോൾ മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വെൽനസ് എന്ന് പറയുന്നത്. വെൽനസ് എന്നതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുക, വെൽനസ് എന്ന് പറയുന്നത് സുഖം തരുന്നത്, സൗഖ്യദായകമായിട്ടുള്ളത്, സുഖകരമായത്, സുഖപ്രദമായത് എന്നുള്ള ആ ഒരു ഇതാണ് വെൽനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് വെൽനസിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വെൽനസിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഓവറോൾ ഇന്ന് ഓരോ വ്യക്തിയെ സംബന്ധിച്ചെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം, പ്രതിബന്ധങ്ങള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മറ്റ് ആവശ്യകതകളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഓരോ വ്യക്തിയെയും ജീവിതത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ബാധിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പൊ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്, മറ്റൊരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് അത്തരത്തിലുള്ള മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴിയിൽ പുതിയത്, ഇപ്പൊ വെൽനസ് എന്നതിന്റെ ആ മേഖലയെ കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് വരുമ്പോഴാണ് അതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുക. അത്തരത്തിൽ ആവശ്യകത ബോധ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ പല കാരണങ്ങളെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ കാരണങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുക. ഇപ്പൊ ചില ആളുകൾ പറയും, ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട്, പല രീതികളിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പല വ്യത്യസ്തതകൾ എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നു എന്ന് പറയും. ചില ആളുകൾ പറയുക, എൻ്റെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, എൻ്റെ ഷുഗർ ലെവല് ബോർഡർ ലെവലിലാണ്. ചില ആളുകൾ പറയും, BP എൻ്റെത് ഹൈ ആണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവല് ഹൈ ആണ്, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അതേപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ കുറിച്ച് പലപ്പോഴും ഓരോരുത്തരും ആശങ്കപ്പെടാറുണ്ട്. ചില ആളുകൾ പറയാറുള്ളത് എൻ്റെ പ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ള തരത്തിൽ പറയാം. അപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യസ്ത രീതികളിലാണ് ഓരോരുത്തരെ സംബന്ധിച്ചും അവരുടെ ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ മാനസിക അവസ്ഥ ബാലൻസ് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ മതി ഒരു വ്യക്തിയെ മാനസികമായിട്ട് അത് ബാധിക്കാൻ വേണ്ടി. അപ്പൊ മാനസികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശക്തി അയാളുടെ പ്രവൃത്തിയിലെല്ലാം പ്രതിഫലിക്കുമെങ്കിൽ, എന്ന് വെച്ചാൽ അയാളുടെ ചിന്താ രീതികളിൽ പോലും പ്രതിഫലിക്കുന്നുണ്ട് എങ്കിൽ, ഏറ്റവും പ്രധാനം ഒരു വ്യക്തിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും ആ വ്യക്തിയുടെ ആരോഗ്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രം എപ്പോഴും ഡിക്ലെയർ ചെയ്യുക, ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ജനതയാണെങ്കിൽ ആ രാജ്യത്തിന്റെ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്നത് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അതേസമയത്ത് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യാവസ്ഥ, സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരിക ആ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, രാജ്യത്ത് നമ്മൾ ഒരിക്കൽ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, കൊറോണ നമ്മളെ ബാധിച്ച സമയത്ത് ഒരു രാജ്യം മൊത്തം, രാജ്യത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള നിയമത്തെ സംരക്ഷിക്കേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടക്കം, അല്ലെങ്കിൽ കോടതികൾ അടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക, അല്ലെങ്കിൽ നിയമത്തെ പരിപാലിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ടാണ് എല്ലാ ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അന്ന് ശ്രമിച്ചത് എന്നുണ്ട്. അപ്പോൾ ആരോഗ്യം ഏറ്റവും വലിയ ഘടകം തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് ഇത്രയേറെ പ്രതിസന്ധി നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി എന്നുള്ളത് WHO റിപ്പോർട്ടിൽ അടക്കം പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടുള്ള റിപ്പോർട്ടുകളിൽ പോലും പ്രതിപാദിച്ചിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായ പ്രതിസന്ധി അനുഭവപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പല വിദേശ മെഡിക്കൽ കമ്പനികളാണെങ്കിലും
മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണെങ്കിലും അതേ സമയത്ത് തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികളാണെങ്കിലും പല വിദേശ കമ്പനികളും പറഞ്ഞിട്ടുള്ളത് അവർക്ക് 40-50 രാജ്യത്ത് ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയേറെ ആളുകൾക്ക് ആവശ്യമുള്ളത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളും സപ്ലിമെന്ററി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളും ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയാണ് എന്നുള്ളത് ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം. ഇന്ന് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഇന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഭാരതീയ വൈദ്യശാസ്ത്രത്തില് ആയുർവേദം പറയുന്ന ഒരു കാര്യം ഭക്ഷണമാണ് മരുന്ന് എന്നുള്ളതാണ്. ഭക്ഷണമാണ് മരുന്ന്. പക്ഷേ ആ ഭക്ഷണം ഇന്ന് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭക്ഷണം പൊല്യൂട്ടഡ് ആണ്. ഭക്ഷണം പൊല്യൂട്ടഡ് ആവാൻ കാരണം അത് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇടം തൊട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്ന ഇടം വരെ അതിന്റെ പലതരത്തിലുള്ള മായം ചേർക്കലുകൾ വിഷം ചേർക്കലുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളികളെ സംബന്ധിച്ചെടുത്ത് നോക്കിയാൽ ഞാൻ ഇന്നത്തെ പ്രോഗ്രാം മലയാളത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് മലയാളികളായിട്ടുള്ള ആളുകളെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവകാശപ്പെടുന്നത് ഏറ്റവും വൃത്തിയുള്ള ആളുകൾ നമ്മളാണ്, ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ നമ്മളാണ്, ഏറ്റവും മിടുക്കരായ ആളുകൾ നമ്മളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെ അവകാശപ്പെടുന്ന നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഭക്ഷണത്തെ സ്വീകരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അരിയുടെ കാര്യം എടുത്താൽ പോലും ആന്ധ്രയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉൽപ്പാദിപ്പിക്കുന്ന അരി ഉണ്ടെങ്കിലേ നമ്മൾ പട്ടിണി ഇല്ലാതെ കിടക്കുള്ളൂ. പയറുൽപ്പന്നങ്ങളെ എടുത്തു കഴിഞ്ഞാൽ വൻപയറോ ചെറുപയറോ കടലയോ മറ്റ് പരിപ്പോ മറ്റു ഉൽപ്പന്നങ്ങളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മളുടെ ഭക്ഷണ രീതികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പച്ചക്കറികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് നമ്മളിവിടെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. പഴവർഗ്ഗങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഏത് പഴവർഗ്ഗങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണ ധാന്യങ്ങളെ ഭക്ഷ്യധാന്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. ഇവിടെ ഉള്ളതിനെ ഞാൻ താരതമ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളിൽ തന്നെ അത് ഇപ്പം നെല്ലിൽ നിന്ന് അരി വേർതിരിച്ചെടുക്കുന്ന സമയത്ത് അത് വേർതിരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ നാളുകൾ, ഒരു 3 മാസം വരെ മാക്സിമം ആണ് അത് കേടുകൂടാതിരിക്കുക എന്ന് പറയും. 1 മാസം ആകുമ്പോൾ തന്നെ അതിന്റെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരും. എന്തെങ്കിലും തരത്തിലുള്ള പൂപ്പലോ അല്ലെങ്കിൽ സ്മെല്ലിലോ വ്യത്യാസം വരുന്നത് കാണാം. പയറുവർഗ്ഗങ്ങൾ നമ്മൾ അതിന്റെ പയറിന്റെ പുറന്തോട് മാറ്റി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് 6 മാസം വരെയാണ് അത് കേടുകൂടാതിരിക്കുക എന്ന് പറയും. അപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മറ്റ് ചാഴി അല്ലെങ്കിൽ കീടങ്ങൾ പ്രാണികളുടെ ഒക്കെ ശല്യം അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധനം നമ്മൾ ഇപ്പൊ വാങ്ങി ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിന്റെ പുറന്തോട് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ അതിന്റെ കാലയളവ് പോലും നമുക്ക് അറിയില്ല. അപ്പൊ അത് ഇന്നും കേടുകൂടാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അത് കേടുകൂടാതെ ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മായം ചേർക്കലുകൾ വിഷം ചേർക്കലുകൾ അതിന്റെ അകത്ത് നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിത് ഉള്ളിലേക്കാണ് ഇത് കഴിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് മാരകമായിട്ടുള്ള വിഷം മറ്റു സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് പത്രമാധ്യമങ്ങളിലൂടെ TV മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി ആ വിഷപ്രയോഗത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഇതിന്റെ ഒരു പ്രയോഗം മാറ്റിയിരുന്നു. മരുന്നായിട്ടാണ് ചെടികൾ കടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനൊക്കെ പേരിട്ടിരിക്കുന്നത്. ഇപ്പോ തേയിലത്തോട്ടങ്ങളിൽ ചായക്കടിക്കുന്ന മരുന്ന്, വാഴയ്ക്ക് പ്രയോഗിക്കുന്ന മരുന്ന്, അല്ലെങ്കിൽ പച്ചക്കറികളിൽ പ്രയോഗിക്കുന്ന മരുന്ന്, ഇഞ്ചിയിൽ പ്രയോഗിക്കുന്ന മരുന്ന്, ചേനയിൽ ചേമ്പിൽ അല്ലെങ്കിൽ മറ്റെന്ത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഏത് സാധനത്തിലും പ്രയോഗിക്കുന്ന എല്ലാ വിഷങ്ങൾക്കും നമ്മൾ പേരിട്ടിരിക്കുന്നത് മരുന്ന് എന്നാണ്. പക്ഷെ ആ ഉപയോഗിക്കുന്ന ബോട്ടിലിന്റെ
പുറത്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വിഷം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പോയസൺ എന്ന് തന്നെയാണ്. അത് പച്ച കളറോ മഞ്ഞ കളറോ ചുമപ്പ് കളറോ നീല കളറോ ഏത് കളറിലാണെങ്കിലും അതിന്റെ പുറത്ത് വിഷം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ വിഷം എന്ന് എഴുതിയിരിക്കുന്നത് ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം അത് മരുന്നാകുന്നതിന്റെ വൈരുദ്ധ്യം, വിരോധാഭാസം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആ വിഷപ്രയോഗങ്ങളിൽ ആ വിഷം പ്രയോഗിച്ചിരിക്കുന്നതിനെ നമ്മൾ ആ വിളവെടുത്ത് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ആ വിഷാംശം നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്നു, ആ വിഷം നമ്മുടെ ശരീരത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ക്യാൻസർ ഫെറ്റാലിറ്റീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുള്ളത് കൃഷിയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഫെറ്റാലിറ്റീസ് ആദ്യം വന്നത് എന്നുള്ളതാണ്. പിന്നീട് അത് അവിടുത്തെ വാട്ടർ പൊല്യൂഷന്റെയും അവിടുത്തെ എയർ പൊല്യൂഷന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ പിന്നീടുള്ള കാലയളവ് എല്ലായിടങ്ങളിലും നമ്മുടെ വായു പൊല്യൂട്ടഡ് ആണ്. അതേപോലെ തന്നെ ഭക്ഷണം പൊല്യൂട്ടഡ് ആണ്, നമ്മുടെ വെള്ളം പൊല്യൂട്ടഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഏത് പൊല്യൂഷൻ ആണോ നമ്മുടെ ശരീരത്തെ സ്വാധീനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുപെട്ടിട്ടുണ്ടോ, നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ, അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഈ ഘടകങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഈ വിഷപ്രയോഗങ്ങളെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കുക പ്രായോഗികമല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട് കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളാണെങ്കിൽ ആ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന ഇതേ വിഷപ്രയോഗങ്ങൾ തന്നെ ആ നാട്ടിലുള്ള എല്ലാ കിണറുകളിലെയും വെള്ളത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കിണറുകളിൽ വെള്ളം ഉണ്ടാകുന്നത് ഒരിക്കലും ഭൂഗർഭജലം ഉണ്ടാകുന്നത് മഴ പെയ്ത് മണ്ണിലൂടെ ഊർന്നിറങ്ങുന്ന വെള്ളം ഭൂമിയുടെ ഏതെങ്കിലും അടുക്കുകളിൽ ശേഖരിക്കപ്പെടുന്നതും അത് സ്ഥാനം നോക്കി കണ്ടുപിടിച്ച് കിണറ് കുഴിച്ച് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതും മാത്രമാണ്. പക്ഷെ ഈ ഭൂമിയുടെ മണ്ണിന്റെ അരിപ്പകളിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളത്തിൽ വിഷത്തിന്റെ അംശം എപ്പോ തൊട്ട് കൂടിച്ചേരുന്നുവോ ആ കൂടിച്ചേരുന്നതാണ് വെള്ളത്തെ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ സ്വാധീനിക്കപ്പെടുന്നത് ഇപ്പൊ പച്ച കളർ വിഷമാണെങ്കിൽ പോലും മണ്ണിൽ ഒരു പ്രാവശ്യം പ്രയോഗിച്ചാൽ അത് 5 വർഷം എടുക്കും പൂർണ്ണമായിട്ട് നിർവീര്യമാവാൻ എന്നാ പറയാം. ചുമപ്പ് കളർ വിഷമാണെങ്കിൽ 20 വർഷം. ഇപ്പൊ വീണ്ടും വീണ്ടും കൃഷിക്കാരൻ ഒരേ മണ്ണിൽ വിഷം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണിൽ ഒരു 20 വർഷമായിട്ട് വിഷം പ്രയോഗിക്കുന്ന മണ്ണാണെങ്കിൽ 20 അടുക്ക് മണ്ണും വിഷത്തിന്റെ മണ്ണാണ്. ആ മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളമാണ് കിണറിലെ വെള്ളം എന്നുള്ളതുണ്ട്. അപ്പൊ വെള്ളം അവിടെ പൊല്യൂട്ടഡ് ആണ്. ആ പൊല്യൂട്ടഡ് ആയ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്, അടിഞ്ഞുകൂടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ സമയം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചു നമ്മൾ മിടുക്കന്മാരാണ് എന്ന് അവകാശപ്പെടുന്ന അതേ സമയം തന്നെ നമ്മൾ ആലങ്കാരികമായിട്ട് നമ്മുടെ ഡ്രസ്സ് വാങ്ങുന്നതോ, ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഡ്രസ്സ് വാങ്ങുന്നതിൻ്റെ അകത്തും അതേപോലെ തന്നെ കാലിലിടുന്ന ചെരുപ്പ് വാങ്ങുന്നതിൽ പോലും നമ്മൾ വിലപേശലില്ലാതെ വാങ്ങുകയും AC ഷോറൂമുകളിൽ കയറി നമ്മൾ വാങ്ങുകയും ചെയ്തതിന്റെ ശേഷം ഉള്ളിലേക്ക് കഴിക്കാനുള്ള എല്ലാ സാധനവും നമ്മൾ വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുകയും അതിന്റെ ഗുണനിലവാരം നോക്കാതെ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അവിടെ കേടുവന്നതാണെങ്കിലും പഴകിയതാണെങ്കിലും എവിടെ നിന്ന് വന്നതാണെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ അത്രമേൽ ഇത് സ്വാധീനിക്കപ്പെടുന്നു എന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിസന്ധിയാണ് നമ്മുടെ ശരീരത്തെ ഇന്ന് ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരമില്ലായ്മ നമ്മുടെ ശരീരത്തെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ നമ്മൾ എവിടെയും പരിശോധിച്ചിട്ടില്ല. അതിന്റെ ഗുണം എന്താണെന്ന്, അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള വിഷാംശം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ പരിശോധിച്ചിട്ടില്ല. മറിച്ച് ഇതൊന്നും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന പ്രായോഗികമല്ലാത്തത് കൊണ്ട് അതിൽ തന്നെ നമ്മൾ നിൽക്കുന്നു, അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോഗ്യപരമായ ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്ക് കാരണം. ഇവിടെ നമുക്ക് മനസ്സിലാവും, ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മരുന്നുകളെയാണ്. ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മരുന്നിനെ. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം, മരുന്ന് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തില്ല, നമ്മുടെ രോഗാവസ്ഥയെ കുറയ്ക്കുക മാത്രമേ ചെയ്യൂ. മരുന്ന് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയല്ല ചെയ്യുക,
രോഗാവസ്ഥയെ കുറയ്ക്കുക മാത്രമാണ് രോഗാവസ്ഥയെ കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് പറഞ്ഞാൽ ഡോക്ടർ നമ്മളോട് പറയുക, നിങ്ങൾ 10 ദിവസം ഇത് കഴിച്ചു നോക്കൂ, എന്നിട്ട് വന്ന് വിവരം പറയാൻ പറയും. 15 ദിവസം കഴിച്ചിട്ട് വിവരം പറയാനാണ് പറയുക, അല്ലെങ്കിൽ 1 മാസം കഴിച്ചിട്ട് വിവരം പറയാൻ പറയും. എന്തുകൊണ്ട് ഡോക്ടർ അത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയെ നമ്മളുടെ ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി എങ്ങനെയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഡോക്ടർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തെ ആ മരുന്ന് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ഡോക്ടർക്ക് അടുത്ത മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച്. കാരണം നമുക്ക് എപ്പോഴും അറിയാം, ഡോക്ടർമാർ ഒരിക്കലും എപ്പോഴും പറയുന്നത് ഏറ്റവും വാല്യൂ ഉള്ള പ്രൊഫഷനാണ് ഡോക്ടർ. ഡോക്ടർമാർ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുക. നമുക്ക് മരുന്ന് തരുന്നതിലൂടെ അവർ ഓരോ അസുഖത്തെയും അവർ ആ മരുന്ന് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്താണ് അത് മാറുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കുറവ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെടുന്നത്. അപ്പോഴും ഡോക്ടേഴ്സ് ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി ചിലപ്പോൾ കാൽസ്യത്തിന്റെ കുറവ്, അയേണിന്റെ കുറവ് അത് പരിഹരിക്കുന്നതിന് നിങ്ങൾ വീട്ടിൽ പോയി ധാരാളം ഇലക്കറികൾ കഴിക്കുക എന്ന് പറയും. നമ്മൾ വീട്ടിൽ പോയി ധാരാളം ഇലക്കറികൾ കഴിച്ചു. ഇലക്കറികൾ കഴിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും അത് പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് മരുന്നാണ് റെക്കമെൻഡ് ചെയ്യുക. വീണ്ടും ഇതേ ഇലക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഇലക്കറികൾ നിങ്ങൾ കഴിച്ചിട്ടില്ലേ എന്നുള്ള സംശയം ചിലപ്പോൾ ഡോക്ടർ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ ധാരാളം വീട്ടിൽ വന്നിട്ട് കിട്ടിയ ഇലകളൊക്കെ ചീരയോ മുരിങ്ങയോ ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും, വീട്ടിലുള്ളത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കാൽസ്യം അല്ലെങ്കിൽ അയൺ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ കാർഷിക അവസ്ഥ കൂടി നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കണം. ഇപ്പോ ഭാരതീയ വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഭക്ഷണമാണ് മരുന്ന് എന്ന് പറയുന്നത് കണക്കാക്കുന്നത് പൂർവികരുടെ ആയുർദൈർഘ്യവും അതേപോലെ തന്നെ അവരുടെ കായിക ശേഷിയും താരതമ്യപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ മുൻകാലത്ത് ഉണ്ടായിരുന്ന ആളുകളെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണം മാത്രമേ കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളൂ. മരുന്നെന്ന് പറയുന്ന അവർ പ്രകൃതിയിൽ നിന്ന് എന്താണോ സ്വീകരിച്ചിട്ടുള്ളത് അതായിരുന്നു അന്നത്തെ മരുന്ന്. ആയുർവേദത്തിന്റെ ഭാഗവും അത് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ മരുന്നുകളെ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള മരുന്നുകളെ സ്വീകരിച്ച് ആയുർവേദത്തെ പിന്തുടർന്നു പോയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ദൈർഘ്യം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല കായിക ശേഷി ഉണ്ടായിരുന്ന ഒരു ജനതയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന ആയുർദൈർഘ്യം കുറഞ്ഞ് കായിക ശേഷി കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഇന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിളവിലും യഥാർത്ഥത്തിലുള്ള ഗുണമേന്മയില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിൽ ഗുണമേന്മ ഉണ്ടാവണമെങ്കിൽ മണ്ണിന്റെ ഗുണമേന്മ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിൽ ഗുണമേന്മ ഉണ്ടാവൂ. മണ്ണിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അളവിൽ കെമിക്കൽ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് മണ്ണിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുന്നതിന് വിഷപ്രയോഗങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുള്ളത് കൊണ്ട് അതിനുശേഷം സൂക്ഷ്മാണുക്കൾ പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള കൃത്രിമമായിട്ട് നൽകുന്ന മിനറലുകളാണ് ഓരോ ചെടിയുടെയും ആരോഗ്യത്തെ ഇന്ന് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഏത് വിളവെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള അളവിൽ പോഷകമില്ലാതെ പോകുന്നത്. ഇന്ന് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഓർഗാനിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഓർഗാനിക്കലി ട്രീറ്റ് ചെയ്യുമ്പോഴും ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുന്ന ഇടത്തെ മണ്ണിന് ആരോഗ്യമില്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വിളവിലും അതിനനുസരിച്ചുള്ള മിനറൽസ് ഉണ്ടാവില്ല. മിനറൽസിന്റെ ഡെഫിഷ്യൻസി അതിൻ്റെ അകത്ത് ഉണ്ടാവും. മണ്ണ് ആരോഗ്യമുണ്ടെങ്കിലേ അതിൽ നിന്ന് എടുക്കുന്ന വിളവിലും മിനറൽസ് ഉണ്ടാവും. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ചീര നല്ല സമൃദ്ധമായിട്ടുള്ള ഇല തരാൻ NPK മതി, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മതി. അതിൻ്റെ അകത്ത് കാൽസ്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാൽസ്യം ചീരയിൽ ഉണ്ടാവണമെങ്കിൽ ചീര ഉണ്ടാകുന്ന മണ്ണിൽ ധാരാളമായിട്ടുള്ള അളവിൽ കാൽസ്യം ഉണ്ടാവണം, അവിടെ അയൺ ഉണ്ടാവണം. ഏതൊക്കെ മിനറലാണോ നമ്മൾ എടുക്കുന്ന വിളവിൽ നമുക്ക് കിട്ടേണ്ടത് അവിടുത്തെ മണ്ണിൽ സമ്പുഷ്ടമായിട്ട് അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എടുക്കുന്ന വിളവിൽ അതുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അവിടുന്ന് എടുക്കുന്ന ചീരയിൽ കാൽസ്യത്തിന്റെ അളവില്ലെങ്കിൽ, ആ മണ്ണിൽ കാൽസ്യത്തിന്റെ അളവില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ചീരയിൽ കാൽസ്യം ഉണ്ടാവില്ല. കാൽസ്യത്തിന്റെ അളവ് കുറവായിരിക്കും. ചീര എത്രത്തോളം കഴിച്ചിട്ടുണ്ടെങ്കിലും കാൽസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ മെച്ചപ്പെട്ടു കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മണ്ണിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചാണുള്ളത്. മണ്ണിൽ നടത്തുന്ന പ്രയോഗങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ പ്രയോഗങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന വിളവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ വിളവിന്റെ സ്വാധീനമാണ്
നമ്മുടെ ശരീരത്തിലുള്ള ഫുഡ് കഴിച്ചാൽ ഇന്ന് ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെടലില്ലാത്തതിന്റെ അവസ്ഥ, അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള ശേഷി കുറവ് വന്നതിന്റെ അവസ്ഥ ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറവുകളെ പരിഹരിക്കാൻ നിലവിൽ നമുക്കുള്ള ഭക്ഷണ രീതി കൊണ്ട് പൂർണ്ണമായിട്ടും സാധ്യമാവില്ല. കാരണം നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാമാണ്. പണ്ടുകാലം തൊട്ടേ, പൂർവികരായിരിക്കുന്ന സമയം തൊട്ടേ, വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട്, ആയുർവേദത്തിന്റെ ചരിത്രം പറയുന്ന ഇടം തൊട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിനും പ്രോട്ടീനും മിനറലും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റിനും പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് വൈറ്റമിനും പ്രോട്ടീനും മിനറലും. ആവശ്യമായിട്ടുള്ള അളവിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അതിന്റെ ഡെഫിഷ്യൻസിയാണ് ഇന്ന് അനുഭവപ്പെടുന്ന ആരോഗ്യ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തെ ഇപ്പോൾ ഒരു വാഹനവുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ, നമ്മൾ ധാരാളം അളവിൽ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ മരച്ചീനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ അളവിൽ കഴിക്കുന്ന ഏത് ഭക്ഷണ സാധനം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അളവിൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ്. ഇത് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നമ്മൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കത്തിച്ചു കളയുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ്. അധ്വാനം കുറവുള്ള ആളുകൾ, അതുകൊണ്ടാണ് ഇന്നത്തെ ഡോക്ടർമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ കാണുമ്പോഴോ പറയുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഉള്ള സാധനങ്ങൾ കുറവ് കഴിക്കണമെന്ന് പറയുന്നത്. കാരണം അതിനനുസരിച്ചുള്ള അധ്വാനം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെടുന്നത് മറ്റൊരു രോഗാവസ്ഥയ്ക്ക്, ജീവിതശൈലി രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതൽ അളവിൽ കത്തിച്ചു കളയും. നമ്മുടെ ശരീരത്തെ ഒരു വാഹനവുമായിട്ട് ഉപമിച്ചാൽ, ഒരു വാഹനത്തില് ഡീസലോ എഞ്ചിനോ ഉപയോഗിക്കുന്നത് പോലെയാണ് കൂടുതൽ അളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും നമ്മുടെ ശരീരത്തിന് വേണം. ഇനി വൈറ്റമിനും പ്രോട്ടീനും മിനറലും എന്ന് പറയുന്നത് എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും പോലെയാണ്. വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടെങ്കിലും എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും ഒരു തുള്ളി ഇല്ലെങ്കിൽ ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആവശ്യമായ അളവിൽ അത് ഉണ്ടാവണം എന്നുള്ളതാണ്. വൈറ്റമിനും പ്രോട്ടീനും മിനറലും അത്തരത്തിലാണ്. കുറഞ്ഞ അളവിൽ മതി, പക്ഷെ ആവശ്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടണം എന്നുണ്ട്. അതേപോലെ തന്നെയാണ് ടയറിലെ കാറ്റ് പോലെയാണ്. ഇതൊക്കെ ഉണ്ട് വണ്ടിയിൽ, പക്ഷേ ടയറിലെ കാറ്റ് പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആളുകൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കാത്ത ഒരവസ്ഥ ഇന്ന് ആളുകൾക്കുണ്ട്. വെള്ളം കുടിക്കുന്ന ശീലം, ഭക്ഷണം ധാരാളം കഴിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ വെള്ളം കുടിക്കുന്നില്ല. പക്ഷേ വെള്ളം കുടിക്കാതിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശവും നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ വിഷാംശം പോലും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെടുന്ന എന്തൊക്കെ ടോക്സിൻസ് ഉണ്ടെങ്കിലും ആ ടോക്സിൻസ് പുറത്തു പോകുന്നതിന് ശുദ്ധീകരണ പ്രക്രിയ, ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് വെള്ളം. ആ വെള്ളം ആവശ്യമായ അളവിൽ കിട്ടിയില്ലെങ്കിൽ ശരീരത്തിൽ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ്, അതിന്റെ വേസ്റ്റേജിന്റെ സൈഡ് എഫക്റ്റ് നമ്മുടെ ശരീരത്തെ ഏറ്റവും കാര്യമായിട്ട് സ്വാധീനിക്കും എന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ ആവശ്യമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് വേണം. അതേപോലെ തന്നെ വൈറ്റമിനും പ്രോട്ടീനും മിനറലും കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടണം. അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കണം എന്നുള്ളതും ഉണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇതിനു പുറമെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റും ഇന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വിധേയമായ വ്യക്തിയെ പോലും അദ്ദേഹം ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ഡോക്ടർ അല്ല, അവിടുത്തെ ഡയറ്റീഷ്യനാണ്. ഡോക്ടർ അയാളുടെ രോഗാവസ്ഥയെ ക്രമീകരിക്കാൻ, രോഗാവസ്ഥയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ദൗത്യമാണ് മരുന്ന് നമുക്ക് റെഫർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ ചികിത്സിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ്. ആ ദൗത്യം ഒരിക്കലും നമ്മൾ ഏറ്റെടുക്കരുത്. നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ള ദൗത്യം മാത്രമാണ്. അപ്പൊ ഡോക്ടർ ഏതെങ്കിലും മരുന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള അധികാരവും ഡോക്ടർക്കാണ്. ആ റോള് നിങ്ങൾ എടുക്കരുത്. സപ്ലിമെന്ററി പ്രൊഡക്റ്റുകൾ ആര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ
ആ മെഡിസിൻ നിർത്താൻ പറയാനുള്ള അധികാരം, അത് റെക്കമെൻഡ് ചെയ്ത് ഡോക്ടർക്ക് തന്നെയാണ് അത് നിർത്താൻ പറയാൻ. നമ്മൾ ആ റോൾ ഏറ്റെടുക്കരുത്. നമ്മൾ ഫുഡാണ്, സപ്ലിമെന്ററി പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ഫുഡാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സപ്ലിമെന്ററി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ രണ്ട് റോളും ഡിഫറെന്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സർജറി ചെയ്തത് ഡോക്ടർ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ഡയറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞത്, ഇത് രണ്ടും രണ്ടാളുകളുടെ റോളാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതേ റോള് തന്നെയാണ് നമ്മുടേതും. ഇപ്പൊ 15 വർഷമായിട്ട് ഷുഗർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാള്, കാരണം നമുക്കറിയാം ഷുഗർ ഉണ്ടാക്കിയെടുത്തത് 15 വർഷമായിട്ട് ഷുഗർ ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് ഷുഗർ ഉണ്ടാക്കിയെടുത്തത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് 15 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മളൊരു ഷുഗറിന്റെ ഡയബറ്റ് പാക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ മതി, ഇനി തൊട്ട് നാളെ തൊട്ട് മരുന്ന് കഴിക്കരുത്, കഴിക്കണ്ട എന്ന് പറയേണ്ട റോള് നമ്മൾ ഏറ്റെടുക്കരുത്. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷുഗറിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മുടെ ശാരീരികമായ ആരോഗ്യാവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് പൂർണ്ണമായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് അതാണ്, കേരളം മിടുക്കന്മാരുടെ നാടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന്റെ ഒന്നാം സ്ഥാനം ഏറ്റെടുത്താൽ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. കാരണം നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒന്നാം സ്ഥാനവും ഇന്ന് വരെ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇതുവരെ നമ്മൾ ആർക്കും ഡയബറ്റിക്കിന്റെ ഒന്നാം സ്ഥാനം കേരളം വിട്ടുകൊടുത്തിട്ടില്ല. ഇനിയും നമ്മൾ പലതിന്റെയും ഒന്നാം സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പൊ കേരളം വൃക്കരോഗികളുടെ തലസ്ഥാനമാകുന്നു എന്ന് പറയുന്നു. ഇന്ന് നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾക്കടക്കം വൃക്കരോഗത്തിന്റെ പിടിയിലായിട്ടുള്ള അവസ്ഥ നമുക്കറിയാൻ പറ്റും. അപ്പൊ കേരളം വൃക്കരോഗികളുടെ തലസ്ഥാനമാകുന്നു. അടുത്തത് മറ്റൊരു രോഗാവസ്ഥ കൂടി നമ്മളെ കീഴ്പ്പെടുത്തുന്നു, അത് ആർത്രൈറ്റിസിന്റെ തലസ്ഥാനമാകുന്നു. ഇന്ന് നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കടക്കം ജോയിന്റ് പെയിനിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട്, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട്. ഇത് ഇനിയും നമ്മുടെ നാട് അനുഭവിക്കാൻ പോകുന്ന അടുത്ത പ്രതിസന്ധിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഒക്കെ കാരണം നമ്മുടെ ശൈലീ രോഗങ്ങളാണ്, നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിത രീതിയുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമെങ്കിൽ ഇതിനെ മറികടക്കാൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരി വാങ്ങി ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. ആ മാർഗം തന്നെ നമുക്ക് പിന്തുടരാൻ പറ്റൂ. പയറുവർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഉപയോഗക്രമത്തിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതുണ്ട്. ഒന്നത് വാഷ് ചെയ്യുന്ന കാര്യത്തിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ട് അതിനെ പാചകം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതിനും പുറമെ നമ്മുടെ ശാരീരികമായി നമ്മളെ ബാധിച്ചിട്ടുള്ള ഏതവസ്ഥയിലും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരേ മാർഗമേ ഉള്ളൂ. അതിനു പറ്റിയ മാർഗമാണ് വെൽനസ് എന്ന് പറയുന്നത്. വെൽനസ് സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റപ്പെടാതെ അതിൽ ഉണ്ടായ ദോഷവശത്തെ കുറയ്ക്കുന്നതിന്, നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന്, ആരോഗ്യാവസ്ഥയെ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അപ്പൊ അവിടെ സപ്ലിമെന്ററി എന്നതുകൊണ്ട് നമ്മൾ മുമ്പും പറഞ്ഞു കേട്ടിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. സപ്ലിമെന്ററി എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ പരീക്ഷയിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതിയത് എന്തിനാന്ന് ചോദിച്ചാൽ, പ്രധാന പരീക്ഷയിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള മെച്ചപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു സ്കോറിംഗ് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗമാണ് നമുക്ക് സപ്ലിമെന്ററി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അതിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് മെച്ചപ്പെടൽ നമുക്ക് സാധ്യമാവുന്നതാണ് സപ്ലിമെന്ററി പരീക്ഷയെങ്കിൽ ഞാനൊരു താരതമ്യം ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഫുഡ് സപ്ലിമെന്റ് എന്നാൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മിനറൽസിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ എളുപ്പമാർഗം സപ്ലിമെന്ററി ഉപയോഗിക്കുക എന്നുള്ളതാണ്, സപ്ലിമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്, ഫുഡ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോ മുൻകാലങ്ങളിലൊക്കെ നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സോഡിയത്തിന്റെ കുറവാണ്, സിങ്കിന്റെ കുറവാണ്, മഗ്നീഷ്യത്തിന്റെ കുറവാണ്, അയണിന്റെ കുറവാണ്, കാൽസ്യത്തിന്റെ കുറവാണെന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഡോക്ടറെ കാണുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സിങ്കിന്റെ കുറവുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിങ്ക് ടെസ്റ്റ് ചെയ്യാൻ പറയും, സിങ്കിന്റെ കുറവുണ്ട്.
സോഡിയത്തിന്റെ കുറവുണ്ട്, അയണിന്റെ കുറവുണ്ട്, മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട്, മാംഗനീസിന്റെ കുറവുണ്ട്, സെലനിയത്തിന്റെ കുറവുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഓരോ മിനറൽസിന്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറയുക. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ എന്തിന്റെയൊക്കെയോ കുറവുണ്ട്. ആ കുറവാണ് നിങ്ങളുടെ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളതെങ്കിൽ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഫുഡിലൂടെ സാധ്യമാകുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ ഇനി അങ്ങോട്ട് ഫുഡിലൂടെ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഫുഡ് സപ്ലിമെന്റിലൂടെ നമുക്ക് സാധ്യമാവൂ. ആ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മഗ്നീഷ്യത്തിന്റെ കുറവാണെങ്കിൽ ആ മഗ്നീഷ്യത്തിന്റെ കുറവ് പരിഹരിക്കാൻ പറ്റുന്ന സപ്ലിമെന്റ്സ് ധാരാളമായിട്ട് ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഏതൊക്കെ തരത്തിലാണെങ്കിലും. ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ കാര്യം മാത്രം എടുത്താൽ മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന മഗ്നീഷ്യം എന്ന് പറയുന്ന ഒറ്റ മിനറലിന്റെ കാര്യം എടുത്താൽ പോലും മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ട് മനുഷ്യ ശരീരത്തിൽ 23-ലധികം അസുഖങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടാണ്. അപ്പൊ അത്തരത്തിൽ ഓരോ കാര്യത്തിൽ എടുത്താലും ഇന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കറിയാം തൈറോയിഡിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ, സെലനിയത്തിന്റെ ഡെഫിഷ്യൻസി തൈറോയിഡിന് കാരണമാവും. ഇപ്പൊ നമുക്ക് മുൻകാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ സെലനിയം കിട്ടുമായിരുന്നു, മഗ്നീഷ്യം കിട്ടുമായിരുന്നു, സിങ്ക് കിട്ടുമായിരുന്നു, അയൺ കിട്ടുമായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള ഇന്ന് ഡെഫിഷ്യൻസി പറയുന്ന സാധനങ്ങളൊക്കെ മുൻകാലങ്ങളിലുള്ള ഭക്ഷണ സാധനങ്ങളിലൂടെ തന്നെ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ആ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള മിനറലുകളുടെ ഡെഫിഷ്യൻസിയെ പരിഹരിക്കുന്നതിന് സപ്ലിമെന്ററി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യാവസ്ഥയെ മെച്ചപ്പെടുത്തുകയാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്നുണ്ട്. അപ്പൊ മരുന്നും വെൽനസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥയെ കുറയ്ക്കുകയാണെങ്കിൽ വെൽനസ് ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യാവസ്ഥയെ മെച്ചപ്പെടുത്തി രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശാരീരികമായിട്ടുള്ള ശേഷി നേടുക എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളോട് പറയും, മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് ഡോക്ടർ പറയും, നിങ്ങൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് 600 mg മരുന്ന് കഴിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അടുത്ത തവണ 350 mg കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 400 mg കഴിച്ചാൽ മതി. പിന്നീട് അത് ഓരോ തവണയും അതിന്റെ ആ ഒരു എത്രയാണോ അതിന്റെ അളവ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അളവിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശാരീരികാവസ്ഥ, കായിക ശേഷി, നിങ്ങളുടെ പ്രതിരോധ ശേഷി അതിനേക്കാൾ പഴയതിനേക്കാൾ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് വരിക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത്തരത്തിലുള്ള സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളുടെ റെക്കമെൻഡേഷൻ ആണ് വെൽനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കുള്ള ചില ഉൽപ്പന്നങ്ങളുടെ കഴിഞ്ഞ തവണയിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് സൂചിപ്പിച്ചതിന്റെ കാരണം ഈ ഒരു പ്രോഗ്രാമിലും തുടക്കക്കാരായിട്ടുള്ള കുറെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തുടക്കക്കാർക്ക് അതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടാലേ അടുത്ത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. പ്രധാനമായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റുകളെ എടുത്താൽ കഴിഞ്ഞ തവണയും ഞാൻ സൂചിപ്പിച്ചിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റുകളിൽ പ്രധാനം നമ്മുടെ ഒരു കോമ്പിനേഷൻ ജ്യൂസസ് ആയിട്ടുള്ള അംല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന ജ്യൂസ്. അംല ജ്യൂസ് നമ്മൾ കൂടുതൽ കഴിഞ്ഞ തവണ ഞാൻ അംല ജ്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അംല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് ആണ്. അംല എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നമുക്കറിയാം. ഭാരതീയ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ആയുർവേദം ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അംല എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ രസായനങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിൽ, ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൽ, രസായനങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അംല എന്ന് പറയുന്ന, നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പൊ നെല്ലിക്കയുടെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശാരീരികമായ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന മിനറലാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അംല എന്ന് പറയുന്നത്, നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്കയിലെ വൈറ്റമിൻ സിയുടെ അളവെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ടുകളിലും വൈറ്റമിൻ സി ധാരാളമുണ്ട്. പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഇപ്പോ നമുക്ക് വൈറ്റമിൻ സി ധാരാളം കിട്ടുന്ന ഓറഞ്ച് അല്ലെങ്കിൽ മുസംബി പോലുള്ള പുളിപ്പുള്ള ഫ്രൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ കോമ്പിനേഷൻ ആണ്, റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണത്. പക്ഷേ ഇതിൽ അമ്ലയിലുള്ള വൈറ്റമിൻ സിയുടെ അളവിനെ താരതമ്യപ്പെടുത്താൻ
ഒരു 20 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് തുല്യമാണ് 20 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് തുല്യമാണ് 1 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആണ് അംല ജ്യൂസ് എന്ന് പറയുന്നത്. അംലയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന നെല്ലിക്കയും ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നെല്ലിക്കയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫോറസ്റ്റ് പക്ഷേ നമ്മൾ വീട്ടുപറമ്പിലുള്ള നെല്ലിക്കയിൽ വൈറ്റമിൻ സിയുടെ അളവ് അത് ആ നെല്ലിമരം നിൽക്കുന്ന മണ്ണിൽ വൈറ്റമിൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ നെല്ലിക്കയിൽ വൈറ്റമിൻ സിയുടെ അളവ് ഉണ്ടാവും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അതാണ്. ഏത് മണ്ണിലാണോ ആ ചെടി നിൽക്കുന്നത് ആ ചെടിയിലെ മിനറലിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്, മിനറലിന്റെ അളവിനെ നിലനിർത്തുന്നത് ആ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയാണ്, മണ്ണിലുള്ള മിനറലിന്റെ അളവാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന നെല്ലിക്കയിൽ വൈറ്റമിൻ സിയുടെ അളവ് കുറവാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോ നെല്ലിക്ക ജ്യൂസ് കുടിച്ചാൽ മതി ഒരു പ്രതിരോധ ശേഷി കൂടാൻ എന്ന് പറയുന്ന സമയത്ത് ഏത് നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആവശ്യമായിട്ടുള്ള അളവിൽ പ്രതിരോധ ശേഷി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുണനിലവാരം ഒരു പ്രധാനമാണ്. വെൽ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളുടെ ഭാരത്തെ നിർണ്ണയിക്കുന്നത് എവിടെ നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇതിന്റെ നിന്നും എടുക്കുന്നു എന്നുള്ളതും പ്രോസസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നെല്ലിക്ക എവിടുന്ന് എടുത്തു, എങ്ങനെ പ്രോസസ് ചെയ്തു, എത്ര സമയത്തിനുള്ളിൽ പ്രോസസ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റമിൻ സിയുടെ അളവ് നമുക്ക് കിട്ടേണ്ട അളവിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കും. അപ്പോ നെല്ലിക്ക ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കോമ്പിനേഷൻ പ്രധാനമായിട്ടും വൈറ്റമിൻ സിയുടെ അളവ്, അതേപോലെ തന്നെ മിനറൽ ആയിട്ടുള്ള അയണിന്റെ അളവൊക്കെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിലെ എല്ലാ മെഡിസിൻസിലും ചവനപ്രാശങ്ങളുടെ നിർമ്മാണത്തിലാണെങ്കിലും രസായനങ്ങളുടെ നിർമ്മാണത്തിലാണെങ്കിലും ഒക്കെ നെല്ലിക്കയെ കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ആന്റി ഓക്സിഡന്റുകളുടെ രാജാവാണ് നെല്ലിക്ക എന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് പോലും ഈ നെല്ലിക്ക എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടിന്റെ ഗുണത്തെ ലോകം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 55% പുറത്ത് ആളുകൾ ഇന്ന് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അനീമിയ ഉള്ള ആളുകൾക്ക്, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, റെസ്പിറേറ്ററി പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഗുണമേന്മ ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്ന ആന്റി ക്യാൻസർ ഫെസിലിറ്റിയുള്ള, ആന്റി ഇൻഫ്ലാമേറ്ററി ഫെസിലിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അംല എന്ന് പറയുന്നത്. അപ്പൊ ഈ അംല എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെയും അതേപോലെ തന്നെ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ്, കുർക്കുമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് കുർക്കുമിൻ. മഞ്ഞളിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ പരിചയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കൊറോണ ഫേസ് ചെയ്ത സമയത്താണ് പല ആളുകളും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മഞ്ഞൾപ്പൊടി എടുത്ത് കലക്കി കുടിച്ച സാഹചര്യം ഉണ്ടായി. അത് പാലിൽ കുടിക്കുകയും വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കൊറോണയാണ് മഞ്ഞളിന്റെ പ്രാധാന്യത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ ബോധിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്ട് 10,000-കണക്കിന് ആർട്ടിക്കിളുകൾ കുർക്കുമിനെ സംബന്ധിച്ച് തന്നെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കാരണം ആയുർവേദത്തിലെ മരുന്ന് നിർമ്മാണത്തിൽ, ഔഷധ നിർമ്മാണത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളുടെ മെഡിസിൻ നിർമ്മാണത്തിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പങ്ക് കുർക്കുമിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കുർക്കുമിന്റെയും
കുർക്കുമിന്റെയും അതേപോലെ തന്നെ അമ്ലയുടെയും ഒരു ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആണ് അമ്ല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് കുർക്കുമിന്റെ ബയോ അവൈലബിലിറ്റി, അത് ശാരീരികമായിട്ട് ഏറ്റവും പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരാനും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാനും പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിച്ചതാണ് നാനോ പാർട്ടിക്കിളായിട്ട് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാനോ കുർക്കുമിൻ എന്നുള്ള രീതിയിൽ അത് അറിയപ്പെടുന്നത്. ഇപ്പൊ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന കുർക്കുമിനും അമ്ലയും ചേർന്നിട്ടുള്ള അമ്ല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഒരു ഹൈലൈറ്റഡ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് തുടങ്ങി മുതിർന്നവരിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അമ്ല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കുർക്കുമിന്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഡയബറ്റിക്കിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോയിന്റ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മറിയെ ബലപ്പെടുത്താൻ, ഓർമ്മയെ ബലപ്പെടുത്താൻ പറ്റുന്ന, റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ബലപ്പെടുത്താൻ പറ്റുന്ന, സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒക്കെ തന്നെ ഏറ്റവും പ്രയോജനമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോ ആയുർവേദപരമായിട്ടുള്ള ചികിത്സകൾക്കപ്പുറം സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് മഞ്ഞളും കുർക്കുമിനും ഒക്കെ തന്നെ. ഇപ്പോ പഴയ കാലത്തെ നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും കുളിക്കുന്നതിൽ പോലും മഞ്ഞൾ ഉപയോഗിക്കുന്നത് പണ്ട് കാലം തൊട്ടുള്ള ഒരു രീതിയാണ്. അതേപോലെ തന്നെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രാണികൾ കടിച്ചാലൊക്കെ ഉള്ള രീതികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥ പോലും. അപ്പൊ ആയുർവേദത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മഞ്ഞൾ. ആ മഞ്ഞളിനെ ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശാരീരികമായിട്ടുള്ള രീതിയിൽ ഏറ്റവും പെട്ടെന്ന്, ചെറിയ അളവിലാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് ശാസിക്കുന്നതാണ് നാനോ പാർട്ടിക്കിൾ ആയിട്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടിന്റെയും കൂടി ജോയിന്റ് ആയിട്ട് ഒരു പ്രോപ്പർ ബ്ലെൻഡ് ആയിട്ട് അമ്ല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഓൾമോസ്റ്റ് ഇന്നുള്ള ഒരുവിധം പാക്കുകളിലെല്ലാം, നമ്മുടെ ഹെൽത്ത് പാക്കേജുകളിലെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും ഈ ഒരു രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പ്രധാനം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീറ്റ്ഗ്രാസ് അലോവീര ബ്ലെൻഡ് ആണ്. വീറ്റ്ഗ്രാസ് അലോവീര ബ്ലെൻഡ് എന്ന് പറയുന്നത് വീറ്റ്ഗ്രാസിന്റെയും അലോവീരയുടെയും ബ്ലെൻഡ് ആയിട്ടുള്ള ഈ ഒരു ജ്യൂസിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെടുന്ന വിഷാംശത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണെങ്കിലും കുടിക്കുന്ന വെള്ളത്തിലൂടെയാണെങ്കിലും കഴിക്കുന്ന മരുന്നിലൂടെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരുപാട് വിഷാംശങ്ങളുണ്ട്. ഇന്നത്തെ ആരോഗ്യപരമായ ചുറ്റുപാടിൽ നമ്മൾ പലപ്പോഴും എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാറില്ല. സ്വയം ചികിത്സകൾക്ക് വിധേയമാകുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകളുടെയും വീട്ടിൽ മെഡിക്കൽ ഷോപ്പ് ഉള്ളതുപോലെയാണ്. ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചു ചോദിക്കുമ്പോൾ വേദന കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കും. കൂടുതലാണെങ്കിൽ 600 mg ഉണ്ട്, കുറഞ്ഞതാണെങ്കിൽ 300 mg ഉണ്ട്. അത് ഏതാണ് വേണ്ടത് എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ കൂടുതലും സ്വയം ചികിത്സയ്ക്ക് വിധേയമാകുന്ന ഒരു അവസ്ഥ ഇന്ന് കൂടുതലുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു തുടക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വയം ചികിത്സ കൊണ്ട് മരുന്നുകൾ കൊണ്ടാകുന്ന വേസ്റ്റേജ്, ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെടുന്ന വേസ്റ്റേജ് പലതരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യാം സൈഡ് എഫക്റ്റ് ആയി. ഒരു ഉദാഹരണം, വേദന സംഹാര ഗുളികകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എഴുതി വെക്കണം: നിങ്ങൾ ഒന്നുകിൽ ഒരു കിഡ്നി പേഷ്യന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ നിങ്ങളൊരു ആർത്രൈറ്റിസ് പേഷ്യന്റ് ആയിട്ട് മാറും. ആവശ്യത്തിനും അനാവശ്യത്തിനും വേദന സംഹാര ഗുളികകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ. ഇതൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് അളവിൽ വെള്ളവും ശരീരത്തിന് കുടിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ വേസ്റ്റേജ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകില്ല, അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവിടെ ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെടുന്ന വേസ്റ്റേജിനെ പുറത്തു കളയാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറലുകളിൽ പ്രധാനമാണ് സിങ്കും സോഡിയവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ പോലുള്ള മിനറലുകൾ. ഇത് ഒരു ശരിയായ അളവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ശരിയായ അളവിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് വീറ്റ്ഗ്രാസ്, അലോവീര തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. പ്രധാനമായിട്ടും നമുക്കറിയാം, അലോവീര എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ്. കറ്റാർ വാഴ എന്ന് പറയും. പല വീടുകളിലും അത് നട്ടു വളർത്തുന്നുണ്ട്.
ഇപ്പൊ അലോവീര അല്ലെങ്കിൽ കറ്റാർവാഴ ഇത്രയേറെ പരിചിതമായതുകൊണ്ട് തന്നെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് കഴിച്ചാൽ പോരെ, കറ്റാർവാഴയുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലേ എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കറ്റാർവാഴ നിൽക്കുന്ന മണ്ണിൽ അതിന്റെ കൃത്യമായിട്ടുള്ള അളവിൽ മിനറൽസ് ഉണ്ടെങ്കിലേ കറ്റാർവാഴയിൽ മിനറൽ ഉണ്ടാവൂ. ഏത് ചെടിയാണെങ്കിലും അത് ഏത് മണ്ണിൽ വളരുന്നുവോ ആ മണ്ണിൽ ആവശ്യമായിട്ടുള്ള അളവിൽ മിനറൽസ് ഉണ്ടെങ്കിൽ ആ ചെടിയിൽ മിനറൽസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ ചെടിയിൽ മിനറൽസ് കാര്യമായിട്ടുണ്ടാവില്ല. അലോവീര എന്ന് പറയുന്ന ചെടിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം, സോഡിയം ഇത് ധാരാളമായിട്ടുള്ള അളവിലുണ്ട്. ഈ ധാരാളമായിട്ടുള്ള അളവിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസിനെ പുറത്തു കളയാനും ശരീരത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നതും ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയ്ക്ക് ആ ഉൽപ്പന്നം സഹായിക്കുന്നു. നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രക്രിയക്ക് സാധ്യമാകുന്നത് കൊണ്ട് തന്നെ ഈ ഉൽപ്പന്നം നിർബന്ധമായിട്ടും എല്ലാ വ്യക്തികൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിന്റെ അളവ്, ആദ്യം തൊട്ടേ ഇതിന്റെ അളവിനെ ക്രമപ്പെടുത്തി കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഇപ്പോ വീറ്റ് ഗ്രാസിന്റെ ജ്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ അകത്തും അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഫോസ്ഫറസ്, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, സോഡിയം, അതേപോലെ തന്നെ സെലനിയം തുടങ്ങിയിട്ടുള്ള മിനറലുകളാണ്. വൈറ്റമിൻ എ, സി തുടങ്ങിയിട്ടുള്ള മിനറലുകൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ നിന്നുള്ള ആവശ്യമായിട്ടുള്ള അളവിൽ മിനറലുകളുടെ ഒരു സ്റ്റോറേജ് ആണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. വീറ്റ് ഗ്രാസിനെ യഥാർത്ഥത്തിൽ ആയുർവേദത്തിന്റെ ഭാഷയിൽ പറയുന്നത് ഗ്രീൻ ബ്ലഡ് എന്നാണ് വീറ്റ് ഗ്രാസിനെ കുറിച്ച് പറയുക. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മിനറൽസ് നമ്മുടെ ശരീരത്തിന് കിട്ടാൻ ഒരു ഇപ്പൊ ഒരു 30 ml വീറ്റ് ഗ്രാസ് ജ്യൂസിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് നമ്മുടെ ശരീരത്തിന് തുല്യമാവണമെങ്കിൽ ഒരു 2 കിലോ വെജിറ്റബിൾസ് കഴിച്ചിട്ടുണ്ടെങ്കിലാണ് അതിന് തുല്യമായിട്ടുള്ള മിനറൽസ് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഈക്വലന്റ് ആകുന്ന, അത്രയും സമൃദ്ധമായിട്ടുള്ള മിനറൽസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് വീറ്റ് ഗ്രാസ്. ഈ വീറ്റ് ഗ്രാസിന്റെയും അലോവീരയുടെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സഹായിക്കുകയും അതേസമയം തന്നെ ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെടുത്തലിന് ആവശ്യമായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് ഇത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബ്ലെൻഡ് ജ്യൂസിനെ നമുക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ അകത്തും ഏറ്റവും പ്രധാനമായിട്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രൊട്ടക്ഷന് സാധ്യമാകുന്നതും തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തൈറോയിഡിന്റെ പ്രശ്നത്തിന് കാരണം സെലനിയത്തിന്റെ കുറവാണ്. പക്ഷെ വീറ്റ് ഗ്രാസിൽ ധാരാളമായിട്ട് സെലനിയം ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, ലിവർ പ്രൊട്ടക്ഷന് സഹായിക്കും, അനീമിയെ പ്രതിരോധിക്കാൻ വീറ്റ് ഗ്രാസ് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അനീമിയെ പ്രതിരോധിക്കാൻ, മെൻസ്ട്രൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കവർ ചെയ്യാൻ ഇത് ഏറ്റവും ഗുണപ്രദമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആണ് വീറ്റ് ഗ്രാസ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റ് ഗ്രാസ് അലോവേര എല്ലാവരും ഉപയോഗിക്കേണ്ടത്, മെഡിസിൻ കഴിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം ഒരു ക്രമപ്പെടുത്തലില്ലാതെ കഴിക്കുന്ന ആളുകളായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡ് ജ്യൂസ് ആണ് വീറ്റ് ഗ്രാസ് അലോവേര. ഇത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് വീറ്റ് ഗ്രാസ് അലോവേര ബ്ലെൻഡ് ജ്യൂസ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണവുമായിട്ട് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇതിനുണ്ടായിരിക്കണം. മറ്റേതെങ്കിലും മരുന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റോ മറ്റെന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടും ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ വേണം കഴിക്കാൻ. സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ, ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കരുത്, ഫുഡിനോടൊപ്പം ചേർത്ത് കഴിക്കരുത്, മറ്റെന്തെങ്കിലും മരുന്നിനോട് ചേർത്ത് കഴിക്കരുത്. എന്ത് കഴിക്കുന്നതിൻ്റെ അകത്തും ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ വേണം കഴിക്കാൻ. അത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണെങ്കിലും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണെങ്കിലും അരമണിക്കൂർ ഗ്യാപ്പിൽ വേണം കഴിക്കാൻ. കഴിക്കുന്ന ആളുകൾ അത് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭക്ഷണം കഴിക്കുമ്പോഴും ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയും ആവശ്യമായ അളവിൽ വെള്ളം കഴിക്കണം. കാരണം എന്തിനാണോ സപ്ലിമെന്റ് കഴിക്കുന്നത്, നമ്മുടെ ശരീര ശുദ്ധീകരണ പ്രക്രിയക്ക് കഴിക്കുന്നതാണെങ്കിൽ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പോകണമെങ്കിൽ അത് വേർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പോകൂ. അങ്ങനെ ആവണമെങ്കിൽ ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കണം. അത് നിർബന്ധമായിട്ട് കാണാം. അപ്പൊ ഈ 2 ബ്ലെൻഡ് ജ്യൂസുകളെ
മനസ്സിൽ സൂക്ഷിക്കുക. അതെപ്പോഴും നമുക്ക് ആവശ്യപ്രദമായിട്ടുള്ളതാണ്, എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്നതാണ്. ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗാവസ്ഥയിലേക്ക് പോവാതെ ശരീരത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന, കായിക ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ കൂടിയാണ്. അടുത്ത ഒരു ബ്ലെൻഡ് ജ്യൂസ് എന്ന് പറയുന്നത് നോനി കൊക്കും എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസാണ്. നോനി കൊക്കും, നോനി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസിനെ കുറിച്ച് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ ആ ഫ്രൂട്ടിനെ പല ആളുകൾക്കും പരിചിതമാണ്. ഫ്രൂട്ട് ഡയറക്റ്റ്ലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരു ഹാർഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതിന്റെ ടേസ്റ്റ് കൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അത് അലർജിക്ക് ആവാറുണ്ട് ആ ഫ്രൂട്ട് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ടിന്റെ ഗാഢതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ വേറൊരു ഫ്രൂട്ട്, കൊക്കും എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൊക്കും എന്ന് പറയുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു മാംഗോസ്റ്റിൻ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ഒരു പുളിപ്പുള്ള ഫ്രൂട്ടാണ് കൊക്കും എന്ന് പറയുന്ന ഫ്രൂട്ട്. ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആയുർവേദത്തിൽ ഗ്രാൻമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കൊക്കും എന്ന് പറയുന്ന ഫ്രൂട്ട്. ആയുർവേദത്തിൽ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഗ്രാൻമ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കൊക്കും എന്ന് പറയുന്നത്. കൊക്കും എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ടേസ്റ്റ് കൊണ്ട് നോനി എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ടേസ്റ്റിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമാകുന്ന തരത്തിലേക്ക് മാറ്റുകയും, നോനി ഫ്രൂട്ട് ഉപയോഗിക്കുന്നതിലൂടെ ചില ആളുകൾക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തെ കവറപ്പ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ഫ്രൂട്ട് കോമ്പിനേഷൻ ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രൂട്ടിന് ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്രൂട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയ അളവിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ജ്യൂസസും ആദ്യത്തെ ദിവസങ്ങളിൽ 20 ml ഒരു 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. അംല നാനോ കുർക്കുമിനാണെങ്കിലും വീറ്റ്ഗ്രാസ് അലോവേര ജ്യൂസ് ആണെങ്കിലും 20 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. കാരണം ഇത് കോൺസെൻട്രേറ്റ് ആണ്, ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ജ്യൂസ് എന്നുള്ള രീതിയിലല്ല, കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. നോനി കോക്കും ജ്യൂസ് അതേസമയം ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു 3 ദിവസം 5 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. 5 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. പിന്നീട് 4 ദിവസത്തിന് ശേഷം അത് 10 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. അങ്ങനെ 7ാമത്തെ ദിവസത്തിന് ശേഷം അത് 15 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. ഈ ഒരു രീതിയിൽ 20 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക. പിന്നീട് ഒരു 20 ദിവസം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിന് ശേഷം തൊട്ട് നിങ്ങൾക്ക് 30 ml, അത് ഏതെങ്കിലും തരത്തിലുള്ള അലർജിക് ഫീലിംഗ് നിങ്ങൾക്കില്ല എങ്കിൽ 15 ദിവസത്തിനോ 20 ദിവസത്തിനോ ശേഷം തൊട്ട് 30 ml 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്. ഫീഡിംഗ് ആയിട്ടുള്ള മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതേപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യരുത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും റെക്കമെൻഡ് ചെയ്യേണ്ടതില്ല. ഈ ഒരു ഫ്രൂട്ടിന്റെ പ്രത്യേകത, ലോകം അറിയുന്ന ഒരു ഫ്രൂട്ട്, ലോകം ഇത്രത്തോളം റിസർച്ച് ചെയ്ത ഒരു ഫ്രൂട്ട് എന്നുള്ളത് വേറൊരു ഫ്രൂട്ട് ഇല്ല. കാരണം 45-ലധികം യൂണിവേഴ്സിറ്റികൾ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ക്യാൻസർ എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫ്രൂട്ടിന്റെ ആവശ്യകത, ഇതിന്റെ പ്രാധാന്യം, ഈ ആന്റി ക്യാൻസർ എലമെന്റ് ആണ്, അതേസമയം തന്നെ ജോയിന്റ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. യൂറിനറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രൂട്ട് ആണ് നോനി കോക്കും എന്ന് പറയുന്ന ബ്ലെൻഡ് ജ്യൂസ്. ഇതൊരു ലേഡീസ് പ്രിഫറൻസ് പ്രോഡക്റ്റ് ആയിട്ടാണ് കൂടുതൽ ആളുകൾ പറയാറ്. പക്ഷെ ഒരു ജനറൽ പ്രോഡക്റ്റ് ആണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ കൂടി എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ പ്രോഡക്റ്റ് കൂടിയാണിത്. അതേപോലെ തന്നെ മറ്റൊരു ജ്യൂസ് പ്രോഡക്റ്റ് ആണ് ടോണിക് വൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ടോണിക് വൈൻ്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡീസ് പ്രിഫറൻസ് പ്രോഡക്റ്റ് ആണ് ടോണിക് വൈൻ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു എനർജി ബൂസ്റ്റർ, ഓവറോൾ ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു എനർജി ബൂസ്റ്റിംഗ് പ്രോഡക്റ്റ് കൂടിയാണ് ടോണിക് വൈൻ. പ്രത്യേകിച്ചും ഈ തെങ്ങിൻ പൂക്കുല, അതേപോലെ തന്നെ താത്തിരിപ്പൂവ് തുടങ്ങിയിട്ടുള്ള
പ്രൊഡക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ടോണിക് വൈൻ, അതേപോലെ തന്നെ അംല, കുർക്കുമിൻ, ഇതിന്റെയൊക്കെ ഒരു ബ്ലെൻഡിങ് ഫോമാണ് ടോണിക് വൈൻ എന്ന് പറയുന്നത്. ഇതും ഹിമോഗ്ലോബിന്റെ അളവ് കുറവാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഹിമോഗ്ലോബിന്റെ അളവ് കുറവ് എന്നുള്ളത്. അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്, മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനെ പരിഹരിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലേഡീസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് PCOD സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ആണ് ടോണിക് വൈൻ. കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഉപയോഗിച്ച ആളിൽ നിന്ന് അതിന്റെ റിസൾട്ട് കൊണ്ട് കൂടുതൽ റെക്കമെൻഡേഷൻ ലഭ്യമാകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ടോണിക് വൈൻ. അപ്പൊ ഇത്തരത്തിലുള്ള ബ്ലെൻഡ് ജ്യൂസസിനെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ ഉപയോഗപ്പെടുത്തി റെക്കമെൻഡ് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത്. മറിച്ച് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മറ്റാളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പ്രയോജനം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം നമുക്ക് പല ആളുകൾക്കും എന്താണെന്ന് വെച്ചാൽ ആശയക്കുഴപ്പം ഉണ്ടാവുന്നത് ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുണമേന്മ എന്തെന്ന് എങ്ങനെ അറിയും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ആദ്യം സ്വയം ഉപയോഗിക്കുക, ഗുണം തിരിച്ചറിയുക, അതിനുശേഷം റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മാറുന്നതും നിങ്ങൾക്ക് കൂടുതൽ അത് സെൽ ചെയ്യാൻ പറ്റുന്നതും. 2 തരത്തിലാണ് സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടാവുക. ഒന്ന്, നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും, നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ട ക്യാഷിനെ ലാഭിക്കാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, ഇത് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സാമ്പത്തികമായ മെച്ചപ്പെടൽ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ. ഇതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ള നമ്മുടെ കോമ്പിനേഷൻ പ്രൊഡക്റ്റുകൾ, കോമ്പിനേഷൻ ജ്യൂസസ്. പ്രധാനമായിട്ടും ഡയബറ്റിക് പാക്ക് എന്ന് പറയുന്ന ഒരു പാക്ക് നമുക്കുണ്ട്. ഡയബറ്റിക് പാക്കിന്റെ പ്രത്യേകത, ഡയബറ്റിക് പാക്കിൽ അടങ്ങിയിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വീറ്റ്ഗ്രാസ് അലോവേര ബ്ലെൻഡ് ജ്യൂസ് നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ആ ഒരു കോമ്പിനേഷനിൽ. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഷുഗർ അനുഭവപ്പെടുന്ന ആൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ മരുന്നിന്റെ സൈഡ് എഫക്ട് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ക്ഷമതയെ കുറച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഷുഗർ അനുഭവപ്പെടുന്ന വ്യക്തി ഒരു ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ കുറെ കൺട്രോൾസ്, നിബന്ധനകൾ വെക്കും. ചില ഭക്ഷണങ്ങൾ കഴിക്കാം, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. പക്ഷെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ചില മിനറൽസ് കൂടി അവിടെ കിട്ടാതെ പോകുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ശേഷിയെ അത് കുറയ്ക്കുന്നുണ്ട്. ആ കുറയ്ക്കുന്ന അവസ്ഥയെ ഒഴിവാക്കപ്പെടുന്നതിന് സപ്ലിമെന്ററി പ്രൊഡക്റ്റുകളിലൂടെ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഡയബറ്റിക് പാക്കിൽ വീറ്റ്ഗ്രാസ് അലോവേര ബ്ലെൻഡ് ജ്യൂസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടപ്പെട്ട വിഷാംശത്തെ പുറത്തു കളയുന്നതിന്, ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സഹായിക്കുകയും പ്രതിരോധ ശേഷിയെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയാ നാച്ചുറൽ ആണ്. ഡയാ നാച്ചുറൽ എന്ന് പറയുന്നത് സ്പെഷ്യലി ഡിസൈൻ ഫോർ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഡയാ നാച്ചുറലിൽ അടങ്ങിയിരിക്കുന്ന മെഡിസിൻസ് ആയുർവേദത്തിൽ നമുക്ക് സിദ്ധ ട്രീറ്റ്മെന്റുകളിലൊക്കെ നമുക്ക് അറിയാം. മധുനാശിനി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. മധുനാശിനി, ചക്കരക്കൊല്ലി എന്നൊക്കെ ചില നാടൻ പ്രയോഗങ്ങൾ പറയും. ചക്കരക്കൊല്ലി, അതേപോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ എസൻസ്, മധുര തുളസിയുടെ എസൻസ്, അതേപോലെ തന്നെ പാവലിന്റെ എസൻസ്, ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർ ബ്ലെൻഡിങ് ആണ് ഡയാ നാച്ചുറൽ എന്ന് പറയുന്ന ഡയബറ്റിക് ജ്യൂസ്. ഡയബറ്റിക് ജ്യൂസ് ആണ് ഡയബറ്റിക് പാക്കിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ്. അപ്പോ വീറ്റ്ഗ്രാസ് അലോവേര ജ്യൂസ് നമ്മൾ ദിവസം 1 നേരമാണ് കഴിക്കുന്നതെങ്കിൽ ഡയാ നാച്ചുറൽ ദിവസം 2 നേരവും നമ്മൾ കഴിക്കണം. അത് ഫുഡിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡിന് മുമ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഡയബറ്റിക് പാക്കിൽ അടങ്ങിയിരിക്കുന്ന ഡയാ നാച്ചുറലും അതേപോലെ തന്നെ വീറ്റ്ഗ്രാസ് അലോവേര ബ്ലെൻഡ് ജ്യൂസും പിന്നെ ഫെനുഗ്രീക്ക് ആണ്. ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് മേത്തി ജ്യൂസ് ആണ്. ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഉലുവ എന്നുള്ളതാണ്. പക്ഷെ ഇത് ഉലുവ മുളപ്പിച്ചെടുത്ത അതിന്റെ ചെടിയിൽ നിന്നുള്ള അതിന്റെ തിന്നി ലീഫിൽ നിന്ന് എടുക്കുന്ന ജ്യൂസാണ് ഇവിടുത്തെ മേത്തി ജ്യൂസ് അഥവാ ഉലുവ ജ്യൂസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഉലുവ ജ്യൂസ് കൂടിയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രോപ്പർ ബ്ലെൻഡിങ് കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരീരത്തിന്റെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ, ഡയബറ്റിക് ലെവലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കണ്ടന്റ് ആണ് ഫെനുഗ്രീക്കിൽ അടങ്ങിയിരിക്കുന്നത്, അഥവാ മേത്തി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഫെനുഗ്രീക്ക് ജ്യൂസ് ഇതിനോടൊപ്പം തന്നെ കഴിക്കേണ്ട കോമ്പിനേഷൻ ജ്യൂസ് ആണ്. ഇതിന്റെ ഒക്കെ യൂസേജ്, ഉപയോഗക്രമം നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൂടെ അതിന്റെ ഒരു ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ എത്ര അളവിൽ കഴിക്കണം എന്നതിന്റെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് സൂക്ഷിക്കണം. അതിനനുസരിച്ചുള്ള രീതിയിൽ വേണം ഈ പാക്കുകൾ ഉപയോഗപ്പെടുത്താനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാനും. അതേപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡയബറ്റിക് പാക്കിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ജ്യൂസാണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫല എന്ന് പറയുന്നത് നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നിവയുടെ മൂന്ന് ഫ്രൂട്ടുകളുടെ 3 മിക്സിംഗ് കോമ്പിനേഷൻ ആണ് ത്രിഫല ജ്യൂസ് എന്ന് പറയുന്നത്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിൽ എപ്പോഴും പ്രധാനമായിട്ടും അതിന്റെ ഒരു ബാലൻസിങ്, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിങ് എന്ന് പറയുന്ന കഫത്തിന്റെയും പിത്തത്തിന്റെയും വാദത്തിന്റെയും ഒരു ബാലൻസിങ് ആണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ശാരീരികമായ ആരോഗ്യപരമായിട്ടുള്ള ബാലൻസിങ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഇംബാലൻസിങ്, കഫത്തിന്റെയോ വാദത്തിന്റെയോ പിത്തത്തിന്റെയോ ഇംബാലൻസിങ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യ രീതിയിൽ അത് വ്യതിയാനം വരുത്തും. അത് രോഗാവസ്ഥയായിട്ട്, മെഡിക്കൽ സയൻസ് രോഗാവസ്ഥയായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ മരുന്ന് കഴിക്കുന്നതിലൂടെയും ഇതിന്റെ ബാലൻസിങ്ങിനെ ക്രമപ്പെടുത്തുകയാണ്, ആ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് മരുന്നുകളിലൂടെയും. ശ്രദ്ധിക്കുക, ഇവിടെ ത്രിഫല എന്ന് പറയുന്നത് നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നിവയുടെ ഒരു ബ്ലെൻഡ് ഫോമാണ്. ഈ ബ്ലെൻഡ് ഫോമിലുള്ള നെല്ലിക്ക, താന്നിക്ക, കടുക്ക ഇവയുടെ ത്രിഫലയുടെ വിവിധ രൂപങ്ങൾ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റിലാണെങ്കിൽ നമുക്ക് അത് ചൂർണമായിട്ടും കഷായമായിട്ടും ഒക്കെ ലഭ്യമാണ്. ചൂർണം, കഷായം, അതേപോലെ തന്നെ ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് ജ്യൂസ് രൂപത്തിലാണ്. ഇത് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന പ്രിഫറിംഗ് ടൈം എന്ന് പറയുന്നത് ബെഡ് ടൈമിന് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്ത് കഴിച്ചാലും സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ ഏത് സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാത്രി ബെഡ് ടൈമിന് മുമ്പ് ത്രിഫല ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ, ഡയബറ്റിക് പാക്ക് എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ ഹാർട്ട് പാക്ക് എന്ന് പറയുന്ന ഒരു പാക്ക് ഉണ്ട്. ഹൃദയാരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം ഉള്ളത്. ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന്റെ കോമ്പിനേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രിഫല ജ്യൂസ് അതിലുണ്ട്. അർജുനാമൃത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വേറൊരു ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അർജുന എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഹൃദയാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആയുർവേദ ട്രീറ്റ്മെന്റിന് വിധേയമായാൽ ആയുർവേദത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അരിഷ്ടമോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മെഡിക്കൽ ഫോമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് അർജുന എന്നുള്ളതാണ്. അർജുന എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന് നീർമരുത് എന്ന് പറയും. നീർമരുതിന്റെയും ചിറ്റമൃതിന്റെയും ഒരു മിക്സഡ് കോമ്പിനേഷൻ ആണ് അർജുനാമൃത് എന്ന് പറയുന്നത്. ചിറ്റമൃത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ചിറ്റമൃത് എന്ന് പറയുന്നത്. നീർമരുത് എന്ന് പറയുന്ന ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, ഹൃദയപേശികളുടെ ബലം കൂട്ടാൻ, ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ക്യൂർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അർജുന അഥവാ നീർമരുത് എന്ന് പറയുന്നത്. ഈ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ പ്രോഡക്റ്റ് ആണ് അർജുനാമൃത് എന്ന് പറയുന്നത്. അർജുനാമൃത് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ 2 നേരമായിട്ട് കഴിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. ആദ്യത്തെ ദിവസങ്ങളിൽ 20 ml വീതം ഉപയോഗിക്കുക, പിന്നീടുള്ള ദിവസങ്ങളിൽ 30 ml വീതം. ഏത് ജ്യൂസ് ആണെങ്കിലും 3 മുതൽ 5 ഇരട്ടി വരെ വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ഇത് ശരീരം സ്വീകരിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇത് കഴിച്ചതിന് ശേഷം ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാലും എല്ലാ ആളുകളും ചിലപ്പം അത്രത്തോളം അളവിൽ ഉപയോഗപ്പെടുത്തിക്കൊള്ളുന്നില്ല. പക്ഷേ നിർബന്ധമായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, ശാരീരികമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം
ഉപയോഗിച്ചേ മതിയാവൂ. അതാണ് ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമത്തെയും ശാരീരികാവസ്ഥയും രൂപപ്പെടുത്താൻ സഹായകരമാവുക എന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പാക്കാണ് സ്കിൻബോ പാക്ക് എന്ന് പറയുന്നത്. സ്കിന്നിനെയും അതേപോലെ തന്നെ ബോണിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ എല്ലിന്റെയും സ്കിന്നിന്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു പാക്കാണ് സ്കിൻബോ പാക്ക് എന്ന് പറയുന്നത്. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുകൾ തന്നെയാണ് അതിലെ കോമ്പിനേഷൻ ത്രിഫല, വീറ്റ്ഗ്രാസ് അലോവീര, അംല നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന 3 പ്രൊഡക്റ്റുകളാണ് അതിലുള്ളത്. പ്രധാനമായിട്ടും വീറ്റ്ഗ്രാസ് അലോവീര രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് ഉപയോഗിക്കുക. അംല നാനോ കുർക്കുമിൻ ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ 2 നേരം ഉപയോഗിക്കുക. ത്രിഫല ബെഡ് ടൈമിന് മുമ്പ് ഉപയോഗിക്കുക. ഈ രീതിയിലാണ് ഈ പ്രൊഡക്റ്റുകളുടെ ഉപയോഗക്രമത്തെ രൂപപ്പെടുത്തേണ്ടത്. ഭക്ഷണം കഴിക്കുന്നത് കഴിക്കാം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിക്കാം. മരുന്ന് കഴിക്കുന്നതിന് പുറമെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കേണ്ടത് കൂടുതലായിട്ടുള്ള അളവിൽ, എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ മരുന്ന് കഴിക്കുന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ കൂടുതൽ അളവിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റുകൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ മറ്റുൽപ്പന്നങ്ങൾ താൽക്കാലികമായിട്ട് കഴിക്കാതിരിക്കുക. ശാരീരികമായ അവസ്ഥയിൽ കഴിക്കാൻ പറ്റുന്ന അളവിൽ, ആദ്യത്തെ അളവിൽ ചെറിയ അളവിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. പിന്നീട് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ, മരുന്നിന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റ് സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ പ്രൊഡക്റ്റുകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കിട്ടും. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പൂർണ്ണമായിട്ടും ചിലപ്പോൾ എല്ലാവരും അത് എഴുതി കൃത്യമായിട്ടുള്ള അളവിൽ എഴുതി വെച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉപയോഗക്രമത്തെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവുക. അത് ഏത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും ലീഡേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും ടീം മെമ്പേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും അതിന്റെ റെക്കമെൻഡേഷൻ രീതികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി വാങ്ങി അത് ആ ഒരു രീതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു കഴിഞ്ഞ പ്രോഗ്രാമിൽ കൂടുതൽ ആളുകൾ, പങ്കെടുക്കാത്ത ആളുകളും ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്ന് അവകാശപ്പെട്ടത് കൊണ്ടുകൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരു റിപ്പീറ്റേഷൻ അതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളത്. റിപ്പീറ്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ പ്രോഗ്രാമിൽ ഇരുന്ന ആളുകൾ എത്ര തവണ ഇരുന്നാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഹൃദിസ്ഥമാകുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രോഗ്രാം കൊണ്ടോ 2 പ്രോഗ്രാം കൊണ്ടോ സാധ്യമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പല ആളുകളും നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ വീണ്ടും അതേ കാര്യം തന്നെ നമ്മളോട് വീണ്ടും വന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട്. മാനുഷികമാണ്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ തെറ്റുകൾ വരുത്താതെ അത് ഉപയോഗിക്കേണ്ട ക്രമങ്ങളെ ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കുക. സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഫുഡാണെന്ന് മനസ്സിലാക്കുക. മരുന്നല്ല, മരുന്നായിട്ട് റെക്കമെൻഡ് ചെയ്യരുത്. മരുന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറയാനുള്ള അധികാരം ഡോക്ടർക്കാണ്. മരുന്ന് പിൻവലിക്കാൻ പറയാനുള്ള അധികാരവും ഡോക്ടർക്കാണ്. ആ റോള് നമ്മൾ ഏറ്റെടുക്കരുത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ആരോഗ്യപരമായ മെച്ചപ്പെടല് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ എത്ര ഉയർന്നതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കുടുംബത്തിലാണെങ്കിലും ഒരൊറ്റ രോഗാവസ്ഥ മതി, ഒരു വ്യക്തിയെ ബാധിക്കുന്ന രോഗാവസ്ഥ മതി ആ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തികാവസ്ഥയും ഉലച്ചു കളയാൻ എന്നുള്ളത് പല ആളുകളുടെയും തെളിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പോലും, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ തുടങ്ങി ഭക്ഷണം എടുത്തു വെക്കുന്ന പാത്രങ്ങളിൽ തുടങ്ങി നമ്മുടെ ശീലങ്ങളെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്താനുണ്ട്. ആ ശീലങ്ങളെ ക്രമപ്പെടുത്തുമ്പോഴാണ് ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെടൽ ഉണ്ടാവും. ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് ഒരിക്കൽ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് 410 എൻ്റെ ഷുഗർ ലെവൽ, പക്ഷെ ഞാൻ മധുരം നന്നായി കഴിക്കും. അത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്നായിട്ട് വില കൊടുത്ത് മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. മരുന്നിന്റെ പണിയാണ് ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും എന്ന് പറഞ്ഞ രീതികൾ, ആ ഒരു മനോഭാവമുള്ള ആളുകളും നമ്മളോടൊപ്പം ഉണ്ട്. മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രക്രിയയെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ മരുന്ന് ചെയ്തോണം, എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിൽ പോയാലും പ്രതിസന്ധി നമ്മുടെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതാണ്.
നമ്മുടെ ശരീരത്തെ പ്രതിസന്ധി ബാധിച്ചാൽ നമ്മുടെ അത് കുടുംബത്തെ ബാധിക്കും, നമ്മളെ ആശ്രയിക്കുന്ന ആളുകളെ ബാധിക്കും. അതോടൊപ്പം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെ എല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ, കുടുംബപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ, സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് ആർജിക്കാനും സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് ആർജിക്കാൻ പറ്റും. ഒരു ഡയറക്ട് സെല്ലിംഗ് പ്രൊഫഷണൽ ആയിട്ട് മാറുന്നിടത്ത് ഈ സപ്ലിമെന്ററി ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ധാരണ നിങ്ങളെ നല്ലൊരു പ്രൊഫഷണൽ ആക്കി മാറ്റാൻ സാധ്യമാകും. അതിന് സാധ്യമാകട്ടെ എന്ന് എല്ലാ നിങ്ങൾക്കുള്ള അറിവും കഴിവും എല്ലാം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. സാറേ, താങ്ക് യു സോ മച്ച്. അപ്പം സാറേ, ക്ലിയർ ഉണ്ടോ എന്റെ വോയിസ്? ക്ലിയർ ഉണ്ട്, സംസാരിച്ചോ. ഓക്കെ, ഒരുപാട് നന്ദി അജയ് സാറിന്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മളൊരു $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് വെൽനെസ്സിനെ നമ്മൾ പറയുന്നത്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് ആക്ച്വലി വെൽനെസ് ഇൻഡസ്ട്രി. ഇപ്പം സാറ് പറഞ്ഞ കണക്ക് ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ നോക്കി കാണുന്ന ഒരാളെന്ന നിലയിൽ ഈ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ വെൽനെസ്സിലൂടെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫിജി കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് വളരുന്ന വലിയ വളർച്ചയിലേക്ക് എത്തുന്ന കമ്പനിക്ക് ശരിക്കും ഇന്ന് വെൽനെസ് ട്രെയിനിങ് ഒരു അത്യാവശ്യ ഘടകമാണ്. കാരണം ഇന്ന് നമ്മളിൽ പലർക്കും ഈ പ്രോഡക്റ്റുകൾ ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ കൈവച്ചിട്ട് ഈ പ്രോഡക്റ്റുകൾ എന്തിനാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് പലർക്കും ഒന്നും അറിയില്ല. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതിലും ഇങ്ങനെയുള്ള ആഴ്ചയിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് സാറ് വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കി തരുന്നതിലും വലിയ സന്തോഷമുണ്ട്. കാരണം ഈ അറിവുകളൊന്നും ചിലപ്പം പലപ്പോഴും പലരും പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, പക്ഷെ പലരും അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട അജേഷ് സാർ ഈ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നത് നമ്മുടെ എല്ലാം ബിസിനസ്സിനെ വലിയ രീതിയിലേക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം എനിക്ക് ബഹുമാനരായ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഓരോ നോട്ട്സും നിങ്ങൾ എടുത്തും ഓർത്തും വെച്ച് നമ്മുടെ റീപർച്ചേസിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇനി നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് പോലും ശരിക്കും ഒരുപാട് വലിയ റീപർച്ചേസിങ് പ്രോഡക്റ്റുകളിലേക്കും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളിലേക്കുമാണ്. അപ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിജി കാർട്ട് എന്ന് പറഞ്ഞ മഹത്തരമായ ഒരു പ്രസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ വെൽനെസ്സിനെ പറ്റി നല്ലൊരു ധാരണ ഉള്ളത് വളരെ നല്ലതായിരിക്കും. എനിവേ, ഇന്നത്തെ ഒരു സെഷൻ വളരെ ശക്തമായിട്ടും വളരെ യൂസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് എടുത്തു തന്ന നമ്മുടെ അജയ് സാറിനും, നമ്മുടെ കമ്പനിയുടെ സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള അജയ് സാറിനും, അതുപോലെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. അജയ് സാറിന് ഒരു സ്പെഷ്യൽ താങ്ക് യു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. അതുപോലെ ഇനി വരുന്ന സീരീസുകളിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വെൽനസ് ട്രെയിനിങ്ങിനെ നിങ്ങൾ കാണുക. കാരണം അറിവുള്ളവനാണ് ഹീറോ, അറിവില്ലാത്തവൻ എപ്പോഴും സീറോയാണ്. അപ്പം വെൽനസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വെൽനസിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതിരുന്നാൽ നാളെ നമ്മളൊരു സീറോ ആയി മാറുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ എനിവേ, പുതിയ അറിവുകൾ കണ്ടെത്തുക, പുതിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക, വരുന്ന കമ്പനി പ്രോഗ്രാമുകളെല്ലാം വളരെ ശക്തമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാ ടീമിലേക്കും നേരത്തെ കൂട്ടി തന്നെ ഈ പ്രൊമോഷൻസ് ഒരിക്കൽ കൂടി പോകട്ടെ, ഇനിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുക. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൺക്ലൂഷൻ നടത്താം. പേര് അനീഷ് പി മോഹൻ എന്നാണ്. കമ്പനിയുടെ ISRSDM എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നു. കൊല്ലം സ്വദേശിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഫിജി കാർട്ട് എന്ന് ഒരു മഹത്തരമായ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിജി കാർട്ടിനൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചൊരു സന്തോഷം. അത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വെൽനസ് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അജേഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിബഡി. സൈനിങ് ഓഫ് അനീഷ് പി മോഹൻ. താങ്ക് യു സോ മച്ച്.